Hi friends, welcome to our channel Hexcent Private Limited. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CSSലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആയ ഡിസ്പ്ലേ ഫ്ലെക്സ് പ്രോപ്പർട്ടി ആണ്. ഫ്ലെക്സ് പ്രോപ്പർട്ടി വാല്യൂസും എങ്ങനെയാണ് അതിന്റെ വർക്കിങ്ങും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, മുഴുവനായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു പേരന്റ് ഡിബിന് ഡിസ്പ്ലേ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചൈൽഡ് ഡിബ്സ് അല്ലെങ്കിൽ അതിന്റെ ഇമ്മീഡിയറ്റ് ചൈൽഡ്സ് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന ഡിബുകൾ ഏത് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യപ്പെടാം, ഏത് രീതിയിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് കോഡിലേക്ക് പോകാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചൈൽഡ് ഡിബ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇതിനൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ആ ഒരു പേരന്റ് ഡിബിന് ആ ഒരു കണ്ടെയ്നറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഗ്രീൻ കൊടുത്തു. അതിന്റെ ഹൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 600 px കൊടുത്തു. അടുത്തായിട്ട് ആ ഒരു ചൈൽഡ് ഡിബിന്റെ ക്ലാസ്സിനെ വിളിച്ചിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് സെറ്റ് ചെയ്യാം. 200 px ഹൈറ്റ് കൊടുത്തു. വിഡ്ത്തും ഒരു 250 px കൊടുക്കാം. മാർജിൻ കൂടി സെറ്റ് ചെയ്യാം. 5 px മാർജിൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ചൈൽഡ് ഡിബ്സ് നമ്മുടെ പേരന്റ് ഡിബിനുള്ളിൽ ടോപ്പ് ടു ബോട്ടം നമുക്ക് വന്നിട്ടുണ്ട്. ഏറ്റു കഴിഞ്ഞിട്ട് താഴോട്ടുണ്ട്. നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പേരന്റ് ഡിബിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിന് നമ്മൾ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പൊ കണ്ടെയ്നർ എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മളിപ്പോ അതിനെ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ കണ്ടെയ്നറിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചൈൽഡ് ഡിബ്സിന്റെ ഇപ്പൊ ടോപ്പ് ടു ബോട്ടം ഉള്ള ഈ ചൈൽഡ് ഡിബ്സിന്റെ അറേഞ്ച്മെന്റിനെ ആയിരിക്കും. നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അറേഞ്ച്മെന്റ് നേരത്തെ അത് ടോപ്പ് ടു ബോട്ടം ആയിരുന്നു. ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഡിഫോൾട്ട് ആയിട്ട് ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പോൾ ചൈൽഡ് ഡിബ്സ് അറേഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിന്റെ ഒരു അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കാം, ഫ്ലെക്സ് റാപ്പ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് റാപ്പ് എന്നുള്ള ഇപ്പൊ നമ്മൾ കണ്ടു ഒരൊറ്റ ലൈനിൽ തന്നെ ഈ 6 ഡിബ്സും ഈ 6 ചൈൽഡ് ഡിബ്സും ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഒറ്റ ലൈനിൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, അതിനി ഒന്ന് അതിന്റെ ഒരു റാപ്പിംഗ് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അതിനൊരു 3 വാല്യൂസ് വരുന്നുണ്ട്. നോ റാപ്പ്, റാപ്പ് ആൻഡ് റാപ്പ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് ആണ് വരുന്നത്. അതിൽ നോ റാപ്പാണ് നമ്മൾ ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഒരൊറ്റ ലൈനിൽ കണ്ടത്. ഇനി നമ്മൾ അതിനെ റാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ റാപ്പ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. അപ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ഫ്ലെക്സിന്റെ എഡ്ജിൽ വന്നിട്ട് ബാക്കിയുള്ള ഡിബ്സ് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിലായിട്ട് വരുന്നുണ്ട്. അതാണ് റാപ്പ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് റാപ്പ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത വാല്യൂ ആണ് റാപ്പ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. റാപ്പ് റിവേഴ്സ് കൊടുക്കുമ്പോൾ അതൊരു റിവേഴ്സ് ഓർഡറിൽ വന്നു. റാപ്പ് എങ്ങനെയായിരുന്നോ അതിന്റെ റിവേഴ്സ് ഓർഡറിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കാം. അടുത്തായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫ്ലെക്സ് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കത് റോ വൈസ് ആയിരുന്നു, നമുക്കത് ഇനി ഒരു കോളം വൈസ് ആക്കി നോക്കാം. അതായത് ബൈ ഡിഫോൾട്ട് ഫ്ലെക്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റോ വൈസ് ആയിരിക്കും. നമ്മളിപ്പോ ഇനി ഇതിനെ കോളം വൈസ് ആക്കിയിട്ടുണ്ട്. അതായത് ടോപ്പ് ടു ബോട്ടം നമുക്ക് വന്നിട്ടുണ്ട്.
ഇനി ഇതിന്റെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് കോളം റിവേഴ്സ് ആണ്. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബോട്ടം ടു ടോപ്പ് ആയി, അതായത് ഇത് റിവേഴ്സ് ഓർഡറിൽ കോളത്തിൽ എങ്ങനെയായിരുന്നു ആ ഡിപ്സ് അറേഞ്ച് ചെയ്തിരുന്നത് അതിന്റെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച്മെന്റ് വന്നിട്ടുണ്ട്. അത് ഇനി ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം റോ വരുന്നത്, എങ്കിലും അതുകൂടെ ഒന്ന് നോക്കാം. റോ ആയിരുന്നു, ഇതിന്റെ ഒരു വാല്യൂയും കൂടെ ഉണ്ട് റോ റിവേഴ്സ്. അത് വന്നിട്ട് കോളം റിവേഴ്സിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ടുണ്ട്, അതായത് റോയിൽ എങ്ങനെയായിരുന്നോ അതിന്റെ റിവേഴ്സ് ഓർഡറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷനും നോക്കി. അതിനുശേഷം നമുക്ക് ഇനി വരുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഈ ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് അതിന്റെ ഒരു മെയിൻ ആക്സിസ്, ഫ്ലെക്സിന്റെ മെയിൻ ആക്സിസ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ് ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് ആ ഒരു മെയിൻ ആക്സിസിനെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ചൈൽഡ് ഡിവ്സിന് അറേഞ്ച്മെന്റ് വരുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ് നടക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് എന്നാണ് പ്രോപ്പർട്ടി, അത് വിളിക്കുന്നു. അതിലൊരു ഫസ്റ്റ് സെക്ഷനിൽ ഒരു 3 വാല്യൂസ് വരുന്നുണ്ട്. ഫ്ലെക്സ് സ്റ്റാർട്ട്, ഫ്ലെക്സ് എൻഡ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 വാല്യൂസ് വരുന്നുണ്ട്. അതിൽ ഫ്ലെക്സ് സ്റ്റാർട്ട് ആണ് നമ്മൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് കാണുന്നത്. അതായത് ഈ ഡിപ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്ലെക്സിന്റെ സ്റ്റാർട്ടിലായിട്ടായിരിക്കും. നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് 2 ലൈനിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെക്സിന്റെ തുടക്കത്തിലായിരിക്കും ഈ ഡിപ്സിനെ, ചൈൽഡ് ഡിപ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത വാല്യൂ ഫ്ലെക്സ് എൻഡ് എന്ന് കൊടുത്തു. അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെക്സിന്റെ എൻഡിലോട്ട് അതിന്റെ അറേഞ്ച്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഉള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് സെന്റർ ആണ്. ഫ്ലെക്സ് സെന്റർ കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെക്സിന്റെ സെന്ററിലായിട്ട് ഡിപ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട് ഇതിന്റെ സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്സ് ഉണ്ട്. ആ ഒരു സ്പേസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ആണ് സ്പേസ് അറൗണ്ട് ആണ് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ കണ്ടന്റിന്റെ തന്നെ സ്പേസ് അറൗണ്ട്, ലെഫ്റ്റും റൈറ്റും ഒക്കെ കുറച്ച് സ്പേസ് ഇട്ട് ബാക്കിയുള്ള സ്പേസ് ഒക്കെ അതിന്റെ ഇടയിലായിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നോക്കാം. അതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്പേസ് ബിറ്റ്വീൻ ആയപ്പോൾ ആ ഒരു ബാക്കി ഉണ്ടായിരുന്ന സ്പേസുകളെല്ലാം ആ ഒരു ബിറ്റ്വീൻസിലേക്ക് പോയി, അതിന്റെയൊക്കെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഈവൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ്. സ്പേസ് ഈവൻലി അതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈവൻലി ആയിട്ട് ആ ഒരു സ്പേസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗ്യാപ്സും ഏറെക്കുറെ ഈക്വൽ ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അതാണ് സ്പേസ് ഈവൻലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു 4 പ്രോപ്പർട്ടി ഡിസ്പ്ലേയുടെ പഠിച്ചു. ഫ്ലെക്സിന്റെ പഠിച്ചു, ഡിസ്പ്ലേ ഫ്ലെക്സ്, ലെഫ്റ്റ് ടു റൈറ്റ് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടി. അതേപോലെ ഫ്ലെക്സ് റാപ്പ് നോക്കി. നമുക്കൊരു എഡ്ജിൽ വന്നിട്ട് ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരൊറ്റ ലൈനിൽ വരുന്ന ഇതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് 2 ലൈനിലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കണ്ടു. അതിനുശേഷം ഫ്ലെക്സ് ഡയറക്ഷൻ കണ്ടു. ഫ്ലെക്സ് എങ്ങോട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ കണ്ടു. അതിനുശേഷം നമുക്ക് അതിന്റെ മെയിൻ ആക്സിസിനെ അല്ലെങ്കിൽ എക്സ് ആക്സിസിനെ കമ്പയർ ചെയ്തിട്ട് ചൈൽഡ് ഡിപ്പിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും അതിന്റെ വാല്യൂസും കണ്ടു. അപ്പൊ നമ്മൾ ഇതോടുകൂടി ബേസിക് ആയിട്ടുള്ള ഫ്ലെക്സിന്റെ പ്രോപ്പർട്ടീസ് കവർ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഇനിയും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.